നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് ഇന്നത്തെ ക്ലാസ് കാണാം. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആദ്യം നേരത്തെ അങ്ങനെ നിയമാനുസരിച്ച് അങ്ങനെ എടുത്തറിയാം. അതുപോലെ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ചേർത്തിട്ട് പുതിയതും കൂടെ ചേർത്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടും. നമസ്കാരം. നമുക്ക് ഇന്നൊരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ 2 സ്റ്റെപ്പ്. ആ 2 സ്റ്റെപ്പും കൂടെ ചേർത്ത് വേണം നമുക്ക് ഇന്ന് പുതിയ സ്റ്റെപ്പ് ചെയ്യാൻ. പുതിയ സ്റ്റെപ്പ് ഞാൻ ആദ്യം പഠിപ്പിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇത് 3 കൂടെ ചേർത്ത് ചെയ്യാം. മനസ്സിലായല്ലോ അല്ലേ? ശരി, നമുക്ക് പുതിയ സ്റ്റെപ്പ് തുടങ്ങാം. നമുക്ക് നമസ്കാരം. 1 2 3 4 5 6 7 8. ശരി, നമുക്ക് ഇന്ന് പുതിയ സ്റ്റെപ്പ് എടുക്കാം. ഞാനത് കാണിച്ചു തരാം. കണ്ടുപിടിച്ചോളൂ നിങ്ങൾ എങ്ങനെയാണെന്ന്. വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. 1 2 വലത് കാലം ചവിട്ടി 1 കാലം മുട്ട് മടക്കി കൊടുത്തു. 3 ഇങ്ങോട്ടൊന്നായി. ഇപ്പം 1 2. ഇനി നമ്മൾ കാല് 3 പുറകെ വെച്ചു, വലത് കാലം പുറകെ വെച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് ചെരിഞ്ഞു കൊടുത്തു. 4. അപ്പം ഇടത്തോട് ചെരിഞ്ഞു കൊടുത്തു. കണ്ടോ? അപ്പം 1 2 വലതുകാല് 3 ഇടതുകാല് 4. പിന്നെ നമ്മൾ വലതുകാല് തന്നെ 5 6 7 8. അപ്പോൾ 5 6 വലതുകാല് ചവിട്ടി, 5 6 വലതുകാല് 7 8 ഇടതുകാല്. ഒന്നുകൂടെ പറഞ്ഞു തരാം. കാല് കാണാമെന്ന് വിചാരിക്കുന്നു. 1 2 3 4 5 6 7 8. അത് തന്നെ അടുത്തോട്ട് ചെയ്യണം. 1 2. അപ്പം 3 മുമ്പിലോട്ടാണ് വേണ്ടത്. 4. അപ്പം ഇടതുകാലം ചവിട്ടി നമ്മൾ 1 2 ഇടതുകാലം മുന്നിലോട്ട് വെച്ചു. 3 വലതുകാലം 4. ഇനി നമ്മൾ എന്ത് ചെയ്യും? 5 6 7 8. തിരിച്ച് പുറകോട്ടാണ് ഉള്ളത്. അപ്പോൾ 5 6 5 ഇടതുകാലാണ് 6 7 8. ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 2 3 4. ഇനി 5 6 7 8. നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരൊക്കെ ചെയ്തു നോക്കൂ. സ്റ്റെപ്പ് ചെയ്തോളൂ. റെഡി? 1 2 3 4 5 6 7 8. ഇനി എടുത്താക്കാണ്. 1 2 3 4 5 ഇടതുകാല് 6 7 8. കുറച്ച് സംശയമൊന്നും ഇല്ലേ? ചെയ്തോളൂ. ചെയ്ത കറക്റ്റാണ്. വെറുതെ സംശയിച്ചു. ഒന്നുകൂടെ. 1 2 3 4 5 6 7 8. 5 6 ഒരേ കാര്യം തന്നെയാണ്. ഒരു പ്രാവശ്യം 1 2 3 4 5 6 7 8. ഇനി പുറത്താണ്. 1 അവിടെ തന്നെ 1 2 3 4 5 6 7 8. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം വലത്തോട്ട് ചെയ്തു, പിന്നെ നമ്മൾ ഇടത്തോട്ട് ചെയ്തു. നന്നായിട്ട് മനസ്സിലായത്? സംശയമൊന്നുമില്ല. ശരി, അടുത്ത ആൾ വരും. ചെയ്തു. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അപ്പോൾ 5 6 ഒരേ കാര്യം തന്നെയാണ്. 5 6 അടുത്തുള്ളത് 7 8. ഒരു പ്രാവശ്യം ചെയ്യണം. 1 2 3 4 5 6. അല്ല, 5 ചവിട്ടിയ കാര്യം 6 മുന്നോട്ട് ചെയ്യണം. ഒന്നുകൂടെ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അല്ല, അത് സംശയം വരുന്നുണ്ട്. 5 6 അത് എഴുതാം. 5 എഴുതാറല്ലേ? 5 6
7, 8. സംശയം മനസ്സിലായോ? ഒന്നുകൂടെ 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായോ? സംശയം ശരി. അടുത്ത ആളെ കൊള്ളാം. 1, 2 ചെയ്തോ, കുഴപ്പമില്ല ചെയ്തോ. 1 ചെയ്തോ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ചെറിയ 5, 6 ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഒരു പ്രാവശ്യം ചെയ്യാം. ചെയ്തോ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4. ശരിയാണ്. 5, 6, 7, 8. അതേ കാര്യമാണ്. രണ്ടെണ്ണം തിരിച്ച് 5 ഏടത്തോട്ടുള്ള 2, 3, 4, 5, 6, 7, 8. സെവനിന്റെ കൂടെ ചവിട്ടിയിട്ടാണോ? അതെ തന്നെ. സംശയം ഉണ്ടോ? ചെയ്ത് നോക്കണേ ഇനി? വേണം. കുഴപ്പമില്ല. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഇതെവിടെ പോണു? 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. വെരി ഗുഡ്. നന്നായി. ഇപ്പൊ പഠിച്ച സ്റ്റെപ്പ് കൈ വെച്ചൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? കൈ കൂടെ ഇട്ട് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. മനസ്സിലായല്ലേ? ചെയ്തോളൂ. അവിടെ 1, 2 താഴെ 3, 4 വലുത് അതിന് 5, 6, 7, 8. അടുത്തൊക്കെയാണ് 1, 2 മുന്നോട്ടാണ് 3, 4, 5, 6, 7, 8. പുറകോട്ട് പോകണം. 8ന് ഒരു പ്രാവശ്യം ചെയ്താലോ? ചെയ്തു. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായല്ലോ? തിരിച്ചു 5, 6, 7, 8 തിരിച്ചു. ഇല്ല, അങ്ങനെ കാണിക്കാൻ പാടില്ല. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. നന്നായിട്ട് മനസ്സിലായല്ലോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? നോക്കണോ? നോക്കാം. ചെയ്തോളൂ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. അത്രയേ ഉള്ളൂ. സംശയം മനസ്സിലായോ? ശരി. നമ്മൾ ആദ്യം പഠിച്ച സ്റ്റെപ്പാണ് ചവിട്ടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സ്റ്റെപ്പ് നമുക്ക് ചവിട്ടാം. നിങ്ങൾ മറന്നോന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്. ശരി, ചെയ്തോളൂ. 1, 2, 3, 4, 5, 6, 7,
1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഒന്നുകൂടെ ചെയ്യാം 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 നന്നായിട്ട് മനസ്സിലായി. അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇന്നത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വരും. നോക്കുക. വളരെ ക്ലാസ് കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റാത്തവരെന്ത് ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാം, പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്രയും നേരം കണ്ടതിന് നന്ദി. നമസ്കാരം.